ശ്രീ ശങ്കുട്ടിദാസ്, നോക്കൂ, ഇപ്പോൾ 22-ാം തീയതിയത്തെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കില്ല, അതൊരു രാഷ്ട്രീയ പരിപാടിയാണ് എന്നതാണല്ലോ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ രാമനെ ആരാധിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് അവിടെ പോകാം എന്നുള്ളത് കൊണ്ട് ഇന്ന് UPCC അവിടെ പോയി എന്നുള്ളതാണ്. അത് കോൺഗ്രസ്സിന് ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ഇപ്പോൾ നമ്മൾ പ്രൊഫസർ കാരശ്ശേരിയിലെയും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലെയും അവരിലൂടെ നമ്മൾ കേട്ടതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനേക്കാൾ അവ്യക്തത യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സങ്കീർണത യഥാർത്ഥത്തിൽ BJP എടുക്കുന്ന സമീപനത്തിലാണോ എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു സംശയം. ശ്രീ ശങ്കുട്ടിദാസ്, ഉദാഹരണത്തിന്, ഒന്ന്, പ്രധാനമന്ത്രി അല്ല പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് എന്നുള്ളത്. രണ്ട്, പൂർണ്ണമല്ലാത്ത ഒരു ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നു എന്നുള്ളത് ഇതിനെ രാഷ്ട്രീയ പരിപാടിയാക്കുന്നു എന്നുള്ളത് കോൺഗ്രസോ അല്ലെങ്കിൽ മതേതര കക്ഷികളോ മാത്രമല്ല പറയുന്നത്, അതിനപ്പുറത്തേക്ക് ശങ്കരാചാര്യന്മാർ കൂടിയാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമില്ലേ. അപ്പോൾ എല്ലാം നേരത്തെ തീരുമാനിച്ച പ്രകാരം ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയം എന്നുള്ള നിലയിൽ അത് വലിയ സംഭവമാക്കിക്കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്റ്റേജ് മാനേജ്ഡ് ഷോ. പക്ഷേ നോക്കൂ, ശങ്കരാചാര്യന്മാർ ഇങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർ പോലും അതിലെ രാഷ്ട്രീയം കാണുന്നു എന്നുള്ളതിനെ എങ്ങനെയാണ് BJP പ്രതിരോധിക്കുക? നോക്കൂ, നിങ്ങൾ ഈ ശങ്കരാചാര്യന്മാർ മുഴുവൻ പറയുന്നു എന്ന് പറയുമ്പോൾ ഏതൊക്കെ മഠങ്ങളിലെ ഏതൊക്കെ ശങ്കരാചാര്യന്മാരാണ് പറഞ്ഞത്? 4 പ്രധാനപ്പെട്ട ശങ്കര മഠങ്ങളിലെ 2 മഠങ്ങൾ, ഒന്ന് പുരി ജഗന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഗോവിന്ദപൂർ മഠവും, അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിലുള്ള കേദാർനാഥ് ബദ്രീനാഥ് പ്രദേശത്തുള്ള ജ്യോതിഷ് മഠവും. ഈ 2 മഠങ്ങളാണ്. ഈ 2 മഠങ്ങളിലെ മഠാധിപതികളുടെ രാഷ്ട്രീയ ചായ്വിനെ സംബന്ധിച്ചും മുൻപുള്ള നിലപാടുകളെ സംബന്ധിച്ചും നിങ്ങൾക്ക് നോക്കുമ്പോൾ ആ തീരുമാനത്തിന് പിന്നുള്ളത് മതപരമോ ആധ്യാത്മികമോ ആയിട്ടുള്ള എന്തെങ്കിലും ചോദനയല്ല, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യമാണെന്ന് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ ജ്യോതിഷ് മഠത്തിലെ അധിപതിയായിട്ടുള്ള അവിമുക്തേശ്വരാനന്ദ സരസ്വതി എന്ന് പറയുന്ന സ്വാമിയാർ, അദ്ദേഹം കൃത്യമായി എല്ലാ കാലത്തും നരേന്ദ്രമോദിക്കെതിരെ പ്രത്യക്ഷ സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കാശിധാം, കാശിയിലെ കോറിഡോർ നിർമ്മാണത്തിനെതിരെ അദ്ദേഹം നിരാഹാര സമരം നടത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം ക്യാമ്പയിൻ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള മുൻ ശങ്കരാചാര്യർ തന്നെയാണ് ദിഗ്വിജയ് സിംഗിന്റെയും ഗുരുവായിട്ടുള്ള ആള്. രണ്ടുപേരും ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പൊ കൃത്യമായിട്ടുള്ള കോൺഗ്രസ് നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള ഒരു മഠമാണ് ഈ പുരിയിലെ മഠം, ജ്യോതിഷ് മഠം എന്ന് പറയുന്നത്. പുരി ശങ്കരാചാര്യർ പറയുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു പരിധിവരെ ജാതീയമായിട്ടുള്ള ഒരു നിലപാടാണ്. ഒരു സന്യാസിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നിലപാടല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് തന്റെ സ്ഥാനം വേണ്ടത്ര ബഹുമാനിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ഞാൻ, എന്റേത്, എന്റെ സ്ഥാനം എന്നൊക്കെയുള്ള ബോധങ്ങൾ വെടിഞ്ഞ ആളെയാണ് നമ്മൾ സന്യാസി എന്ന് കണക്കാക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദി ഇതിനകത്ത് കയറി പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ, വിഗ്രഹത്തെ തൊടുമ്പോൾ ശങ്കരാചാര്യരായിട്ടുള്ള ഞാൻ എന്താണ് അവിടെ നിന്ന് കൈയടിക്കുകയാണോ വേണ്ടത്? എന്റെ സ്ഥാനത്തെ പറ്റി എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അത് എന്നെ ചെറുതാക്കുന്ന പോലെയാണ്. മാത്രമല്ല, ഓരോ ശങ്കരാചാര്യന്മാർക്ക് ഒരു സഹായിയെ മാത്രമേ, വളരെ അധികം ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് സഹായിയുടെ എണ്ണം വളരെ കുറച്ചായി പോയി. ഇങ്ങനെയല്ല ഒരു ശങ്കരാചാര്യരെ സമീപിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ കിട്ടുന്ന പ്രാധാന്യമാണ് തങ്ങൾക്ക് സ്ഥാനം കുറഞ്ഞു പോയി എന്നുള്ളതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഇത് ശങ്കരാചാര്യ പരമ്പരയിൽ പെടുന്നതോ ശങ്കരാചാര്യ സമ്പ്രദായത്തിൽ പെടുന്നതായിട്ടുള്ള ക്ഷേത്രമല്ല. രാമാനന്ദ സമ്പ്രദായത്തിൽ പെടുന്ന പൂജാ വിധികളും പ്രതിഷ്ഠാ കർമ്മങ്ങളുമാണ് അവിടെ നടക്കുന്നത്. മറ്റൊരു സമ്പ്രദായത്തിന്റെ മറ്റൊരു പദ്ധതിയിലുള്ള ക്ഷേത്രത്തിൽ ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വേണമെന്ന് ഈ 2 ശങ്കരാചാര്യന്മാർ പറയുന്നതിന് ആധ്യാത്മികമായോ നീതിപരമായിട്ടോ യാതൊരു സാധൂകരണമില്ല. നേരെ തിരിച്ച് ശൃംഗേരിയിലെ ശങ്കരാചാര്യർ, നമ്മുടെ ദക്ഷിണേന്ത്യയുടെ മഠം എന്ന് പറയുന്നത് ശൃംഗേരിയാണ്, കർണാടകയിലെ. ശൃംഗേരിയിലെ ശങ്കരാചാര്യ സ്വാമികൾ ഈ പ്രാണപ്രതിഷ്ഠയോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് ആസ്തികരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്, വലിയ അളവിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പറഞ്ഞതിന് ആശംസാ സന്ദേശം ഇറക്കിയിട്ടുണ്ട്. ഗുജറാത്തിലുള്ള ദ്വാരകാ മഠവും സമാനമായിട്ടുള്ള രീതിയിൽ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇതിനോട് 100% ഏതെങ്കിലും ഒരു ശങ്കരാചാര്യർ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമോ? പങ്കെടുക്കുന്നില്ല. അതിന്റെ ആവശ്യവുമില്ല. യഥാർത്ഥത്തിൽ ക്ഷണിക്കപ്പെടുന്ന മുഴുവൻ ആളുകളും എല്ലാ ക്ഷേത്രങ്ങളുടെയും പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ ശങ്കരാചാര്യന്മാർ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. ശങ്കരാചാര്യന്മാർ യഥാർത്ഥത്തിൽ ശങ്കര പരമ്പരയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ശങ്കര മഠങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഏതെങ്കിലും സംഘടനകൾ നടത്തുന്നതോ ആയിട്ടുള്ള ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയിലാണ് പങ്കെടുക്കാറുള്ളത്. കാരണം ശങ്കരാചാര്യരുടെ ഒരു പരമ്പരയുടെ സംവിധാന പ്രകാരം അവരുടെ ശങ്കരാചാര്യ സ്വാമികൾക്ക് രാജാവിന്റെ സ്ഥാനമാണുള്ളത്. അവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ അവർക്കാണ് ഏറ്റവും ഉന്നത. പങ്കെടുക്കുന്നില്ല
എന്ന് താങ്കൾ കൺസീഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ശങ്കരാചാര്യന്മാർ ഇതൊരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റുന്നു. മാത്രമല്ല ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകാതെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജനുവരി 22 എന്ന് പറയുന്ന ദിവസം ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകാതെ പ്രാണപ്രതിഷ്ഠ നരേന്ദ്രമോദി നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിലെ രാഷ്ട്രീയം കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ യഥാർത്ഥ സീതാറാം യെച്ചൂരിക്കോ അല്ല സാധിച്ചിരിക്കുന്നത്, ശങ്കരാചാര്യന്മാർക്കാണ്. നോക്കൂ, അങ്ങ് പറഞ്ഞത് തെറ്റാണ്. പ്രാണപ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കുന്നത് നരേന്ദ്രമോദി അല്ല. പ്രാണപ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കുന്നത് അതിന് ചുമതലപ്പെട്ടിട്ടുള്ള ദീക്ഷിതാണ്. അവിടുത്തെ മുഖ്യ പൂജാരി എന്ന് പറയുന്നത് ഈ ട്രസ്റ്റി കൂടിയായിട്ടുള്ള നൃത്യ ഗോപാൽദാസ് എന്ന് പറയുന്ന ആളാണ്. ആ പ്രതിഷ്ഠ നിർവഹിക്കുന്നത് അതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ള വേദപണ്ഡിതനായിട്ടുള്ള ദീക്ഷിതാണ്. നരേന്ദ്രമോദിയുടെ സാന്നിധ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. നരേന്ദ്രമോദിയുടെ മാത്രമല്ല, UP-യുടെ ഗവർണറായിട്ടുള്ള ആനന്ദീബെൻ പട്ടേലിന്റെ, UP മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെ, ഇങ്ങനെ പ്രധാനപ്പെട്ട ആ ചടങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യം ഗർഭഗൃഹത്തിനുള്ളിൽ ഉണ്ടാവും. എന്നാൽ കർമ്മം നിർവഹിക്കുന്നത് നരേന്ദ്രമോദി അല്ല. ഈ കാര്യത്തിലെല്ലാം ട്രസ്റ്റ് ഓൾറെഡി വ്യക്തത വരുത്തിയിട്ടുണ്ട്. എന്നിട്ടും ബോധപൂർവ്വം നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തുകയാണ് എന്നൊരു തെറ്റായിട്ടുള്ള പ്രചരണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടത്തിയത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഗർഭഗൃഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന 5 പേരിൽ 4 പേരും രാഷ്ട്രീയക്കാരാണ് അല്ലേ ശ്രീ ശങ്കുട്ടിദാസ്? തീർച്ചയായിട്ടും അതെ. കാരണം അവർ രാഷ്ട്രീയക്കാർ മാത്രമല്ല, അവർ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട അധികാരികൾ കൂടിയാണ്. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ്. പ്രധാനമന്ത്രിയാണ്, ഗവർണറാണ്, മുഖ്യമന്ത്രിയാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഈ പറയുന്ന അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വലിയ നിർണായകമായിട്ടുള്ള പങ്കും സ്വാധീനവും ഉണ്ട്. എങ്ങനെയാണോ ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മത്തിൽ രാജാവിന് സ്ഥാനം ഉണ്ടായിരുന്നത്, സമാനമായി ജനാധിപത്യ വ്യവസ്ഥ വരുമ്പോൾ നമുക്ക് പഴയ രാജാക്കന്മാരെ വിളിച്ചുകൊണ്ടുവരാൻ സാധിക്കില്ലല്ലോ. അപ്പൊ ഇവരൊന്നും രാഷ്ട്രീയക്കാരാണ് എന്നുള്ള മേൽവിലാസത്തിലല്ല അവരവിടെ നിൽക്കുന്നത്. അവർ അലങ്കരിക്കുന്ന സ്ഥാനത്തിന്റെ പദവി മഹത്വം കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇത് ട്രസ്റ്റിന്റെ തീരുമാനമാണ്. ട്രസ്റ്റിന്റെ ക്ഷണപ്രകാരമാണ് അവരവിടെ പങ്കെടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പണി പൂർത്തിയാവാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ ശാസ്ത്രപ്രകാരം ഇത് ചെയ്യാൻ സാധിക്കും. ക്ഷേത്രപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആഗമ നിഗമ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാകർമ്മം നിർവഹിക്കണമെങ്കിൽ ക്ഷേത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പണി നടന്നിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഉദാഹരണത്തിന്, ഓൾറെഡി നിലനിൽക്കുന്ന ഒരു ക്ഷേത്രത്തില് എന്താ പറയുക, ഈ പുനരുദ്ധാരണ കർമ്മം നിർവഹിക്കുകയാണെങ്കിൽ ഗർഭഗൃഹത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്ന സമയത്ത് വിഗ്രഹം എടുത്ത് പുറത്ത് ബാലാലയത്തിലേക്ക് വെക്കുന്ന സമയത്ത് തന്നെ എത്ര സമയത്തിനുള്ളിൽ തിരിച്ച് ഇതിനകത്തേക്ക് വെക്കാമെന്ന് പറയാറുണ്ട്. ആ സമയപരിധി ഇതിവിടെ വളരെ പ്രധാനമാണ്. ആ സമയപരിധിക്കുള്ളിൽ തിരിച്ച് ഗർഭഗൃഹത്തിനുള്ളിൽ പ്രവേശിപ്പിക്കണം. ബാക്കി പണികളൊക്കെ ചുറ്റും നടക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. മൂന്നാമത്തെ കാര്യം, ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഇത്ര സമയത്തിനുള്ളിൽ നിർവഹിക്കണമെന്ന്. 5 വർഷത്തെ വിധിയിൽ തന്നെ പറയുന്നുണ്ട് ഏറ്റവും എക്സ്പീഡിയന്റ് ആയിട്ട് നടത്താൻ സാധിക്കണം എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ തവണ ഇനി മുഴുവൻ പണിയും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ ക്ഷേത്രമാണ് ആവാൻ പോകുന്നത്. ഏതാണ്ട് 1.5 വർഷം കൂടി നീണ്ടു. എത്ര കോടിയാണ് ശ്രീ ശങ്കുട്ടിദാസ്? 18,000 കോടിയോ? അതിനോടനുബന്ധിച്ച് വേദപാഠശാല എത്ര കോടിയാണെങ്കിലും നിങ്ങളുടെയോ എന്റെയോ നികുതി പണമൊന്നും അല്ലല്ലോ. ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ കൊടുത്തിട്ടുള്ള സംഭാവനയില്ല. അതിങ്ങനെ നിങ്ങളെ ബേജാറാക്കുന്നത് എന്തിനാ? ആളുകൾ കൊടുത്തിട്ടുള്ള സംഭാവനയുടെ മേലെയാണ് ഈ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത്. സർക്കാരിന്റെ നികുതി പണത്തിൽ നിന്ന് 1 രൂപ എടുത്തിട്ടില്ല. പിന്നെ എന്താ നിങ്ങൾക്ക് അതിൽ പ്രശ്നം? വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂർത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് കൊടുത്തിട്ടുള്ള പണം, അത് എത്ര കോടിയാണെങ്കിലും അത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള ക്ഷേത്രമാണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത്. ആ പണി മുഴുവൻ കഴിയുന്നവരെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നീട്ടിവെക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇത് നൂറ്റാണ്ടുകളായിട്ട് ഹിന്ദു സമൂഹത്തിന്റെ ഒരു വൈകാരിക പ്രശ്നമാണ്, കാത്തിരിപ്പാണ്, പ്രാർത്ഥനയാണ്. എത്രയും പെട്ടെന്ന് അവിടെ രാംലല്ലയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെടണമെന്നത് അത് ഏറ്റവും അടിയന്തരമായി ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ നിർവഹിക്കുമ്പോൾ, നൂറ്റാണ്ടുകളായി എന്ന് പറയുമ്പോൾ എന്താണ് ആ നൂറ്റാണ്ടുകൾക്കൊരു തെളിവുള്ളത് ശ്രീ ശങ്കുട്ടിദാസ്? കഥയുണ്ടാകും, പറഞ്ഞോളൂ. അതുകൊണ്ട് അതിനൊരു അവസരം കൂടി ആവട്ടെ. അല്ല, നൂറ്റാണ്ടുകളുടെ കഥയല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രം എന്ന് പറയുന്നത് അങ്ങ് സുപ്രീം കോടതിയുടെ വിധി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആ സുപ്രീം കോടതി വിധിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതായത് 12ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന സ്ട്രക്ചറാണ് തകർക്കപ്പെട്ടതായിട്ട് ഇപ്പൊ ഈ ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തർക്കമന്ദിരത്തിന്റെ ചോട്ടിൽ ഉണ്ടായിരുന്നത് എന്ന് ASIയുടെ എക്സ്കവേഷൻസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്.